ഗായ്സ് അസ്സലാമലൈക്കും, ഈദ് മുബാറക്. അപ്പം ഇന്ന് പെരുന്നല്ല, അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇന്നൊരു ചെറിയ മിനി വ്ളോഗായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഗൈസ് ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ എല്ലാവരും വരുന്ന വീഡിയോ എല്ലാം ഉണ്ടാവും ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഫസ്റ്റ് തന്നെ തുടങ്ങാം നമ്മളുടെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഗൈസ് ഞാൻ ഫസ്റ്റ് ഇടുന്നത് എനിക്കിഷ്ടപ്പെട്ട ഒരു ക്രീമാണ്, ഹിമാലയ ബേബി ക്രീം എക്സ്ട്രാ സോഫ്റ്റ് ജെന്റിൽ അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടായി. ഇപ്പം അതൊക്കെ വായിച്ചെങ്കിൽ ഇനി പെരുന്നാൾക്ക് റെഡിയാവാൻ പറ്റിയില്ല. അപ്പോൾ ബാപ്പ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ വേഗം റെഡിയാണൊക്കെ പറഞ്ഞിന്. ബാപ്പ ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ്, അവിടുന്ന് വരുമ്പോഴേക്ക് വേഗം റെഡിയാവാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വേഗം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബേബി ക്രീം തേച്ചിടുന്ന കണ്ടു ഗീസ്, എൻ്റെ മുഖം എന്താ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടെന്ന് കണ്ടു. ഞാനിപ്പോൾ ഉറങ്ങി എണിച്ചുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ എൻ്റെ മുഖം ഇറങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോഡി ലോഷനാണ്, ദേഹത്തേക്ക് മാത്രം തേക്കുന്ന ഒരു ബോഡി ലോഷൻ. അപ്പോൾ ഗൈസ് നമുക്ക് ആ ബോഡി ലോഷൻ തേക്കാം. കുറച്ച് തേച്ചാൽ മതിയോ, അധികം ഒന്ന് തേച്ചിട്ട് വെറുതെ ഇങ്ങനെ എണ്ണ പോലൊന്നും ആവാൻ പാടില്ല. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ കാലിലേക്കും കയ്യിലേക്കും നല്ലോണം ഇതാക്കിയിട്ടുണ്ട്. പിന്നെ തല വാരാൻ എന്തൊക്കെയുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേബി പൗഡർ, ഹിമാലയൻ്റെ ബേബി പൗഡറാണ് ഇത്. ഞാൻ ബേബി പൗഡറാണ് സാധാരണ ഇടാറ്, വേറെ ഏത് പൗഡർ ഞാൻ അങ്ങനെ ഇടാറില്ല. അങ്ങനത്തെ പൗഡർ ഇവിടെ വാങ്ങാറുമില്ല, അതുകൊണ്ട് ഞാൻ ബേബി പൗഡർ ഇടുന്നുണ്ട്. ബേബി പൗഡർ ഇട്ടാൽ എനിക്ക് ബേബി പൗഡർ ഇടാൻ നല്ല ഇഷ്ടമാണ് ഗേസ്. അതുകൊണ്ട് ബേബി പൗഡർ തന്നെ ഒരുപാട് എടുത്തിട്ട് വാരി തേക്കും. ഇങ്ങനെ കയ്യിലൊക്കെ തേച്ചിട്ട് നല്ല തിളക്കം വേണം ഗേസ്. ഞാൻ മൈലാഞ്ചി ഇട്ടത് കൊള്ളാവോ എന്ന് പറയണം കേട്ടോ. ഞാൻ മൈലാഞ്ചി കാണിക്കാം ഗേസ്. ഞാൻ നല്ല പോലെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ട ഗേസ്, എന്താ നല്ല രസം എൻ്റെ മുഖം കാണാൻ. നെക്സ്റ്റ് എന്തിടും, ഇതൊക്കെ ഇട്ടാൽ എൻ്റെ മുഖമൊക്കെ നല്ല തിളങ്ങുന്നുണ്ട്. അപ്പോൾ ഇനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ പെരുന്നാൾ ഡ്രസ്സ് ഇടണം. അപ്പോൾ പെരുന്നാൾ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ഒരു വീഡിയോ കാണിച്ചിരുന്നു, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിക്കാം എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. ഇതൊക്കെ ഉണ്ട് ഗേസ്, ഇത് ഇന്നറാണേ. ഇതിലേക്ക് ഇട്ടിട്ട് എന്താ രസം. ഞാനപ്പോൾ ഈ ഡ്രസ്സ് ഇടണം, ഈ ഡ്രസ്സ് അപ്പോൾ ഇട്ടിട്ട് കാണാം. അപ്പോൾ ഗേസ് ഞാൻ പെരുന്നാൾ ഡ്രസ്സ് ഇട്ടു. ഒരു മിനിറ്റ്. അപ്പോൾ ഗേസ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഇട്ടതിൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ ഗേസ് എൻ്റെ മെഹന്തി കണ്ടു, നല്ല രസമില്ല. എൻ്റെ ഉമ്മയാണ് വെച്ച് തന്നത്. ഈദ് മുബാറക്ക് എന്നൊക്കെ എഴുതിയിട്ട് ആക്കിയിട്ട് ഞാൻ വാണായിട്ട് തന്നെ ആക്കിയതാണ്. ഈദ് മുബാറക്ക്, ഈദ് മുബാറക്ക്. അങ്ങനെ ഞാൻ മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം, ഇന്നലെ രാത്രി ഇട്ടത്, ഇന്നലെ രാത്രി ഇട്ടത്, ഇന്ന് വൈകുന്നേരം ഇട്ടത് ഇതും. ഗേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. അപ്പോൾ ഗേസ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, സബ്സ്ക്രൈബ്, ഒന്ന് ഷെയർ ആക്കിയിട്ടൊക്കെ എല്ലാവർക്കും കാണിക്കണം കേട്ടോ. അപ്പോൾ ഗേസ് നിങ്ങളോടൊക്കെ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ ഗേസ് ഈദ് മുബാറക്, എല്ലാവരും ചായ കുടിച്ചോ എന്ന് ചോദിക്കും. ഇപ്പോൾ ഗേസ് ഈ ഒരു ഡ്രസ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കുറച്ച് ദിവസം മുമ്പ് ഉമ്മാവുമ്പോൾ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് ഡ്രസ്സ് ഇടണമെന്ന്. പക്ഷേ ഒരു ബ്ലാക്ക് ആൻഡ് ഡ്രസ്സ് അല്ല, വേറെ ഡ്രസ്സാണ്. എൻ്റെ അനിയത്തീൻ്റെ ഡ്രസ്സ് കാണിക്കട്ടെ, ഒരു മിനിറ്റ്. എൻ്റെ അനിയത്തീൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് കാണിച്ചിട്ട് എന്ന് ഓർമ്മയില്ല ഗേസ്. ഇതാണ് എൻ്റെ അനിയത്തീൻ്റെ ഡ്രസ്സ്. ഇതാ, ഇതിൻ്റെ ഇന്നർ അവിടെ എവിടെയോ ഉള്ളതാണ് ഗേസ്. എൻ്റെ അതേ ഡ്രസ്സിൻ്റെ ഇതാണ്. പക്ഷേ ഗേസ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ ഇല്ലതില്ല, ഇതേപോലത്തെ വെളുത്ത കളറിൻ്റെ ഇന്നറാണ് എൻ്റെ അനിയത്തിക്കുള്ളത്. ഗേസ് ഈ ഒരു ഡ്രസ്സിന് കൊള്ളാം, നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണല്ലോ ഇത്. അപ്പോൾ ഗേസ് എൻ്റെ അനിയത്തി കുളിച്ചിട്ട് വന്നതിന് ശേഷം എൻ്റെ അനിയത്തിനെയും ഞാൻ റെഡിയാക്കി കാണിക്കാം. അതുവരെ നമുക്ക് ഇപ്പം എന്തൊക്കെ സംസാരിച്ചിട്ട് നിൽക്കാം.
കുറേ സമയമുണ്ട്. പക്ഷെ ആ സമയമൊക്കെ പോയെങ്കിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് എനിക്കിപ്പോൾ എൻ്റെ തല ചീകാൻ ചീപ്പ് എവിടെയാണ് ഉള്ളത്? വാ നമുക്ക് ചീപ്പ് എവിടെയാണ് ഉള്ളത് എന്ന് പെരുക്കൊണ്ട് പോകാം. ചീപ്പ് ഗൈസ്, ചീപ്പ് എവിടെയുള്ള എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ തല വരാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് വേഗം തന്നെ തല വരണം, അല്ലെങ്കിൽ ബാപ്പാൻ്റെ നിന്ന് ടപ്പ ചെണ്ട പൊട്ടത്തല്ല കിട്ടും. ഗൈസ് ഞാൻ വേഗം തന്നെ അതെടുക്കട്ടെ. അങ്ങനെ ഗൈസ് ചീപ്പ് കിട്ടി. നിങ്ങൾ സാധാരണ ഏത് ചീപ്പിലാണ് വാരാറെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. ഞാൻ റൗണ്ട് ചീപ്പിലാണ് വാരാറുള്ളത്. നിങ്ങൾ നീളത്തിൻ്റെ ചീപ്പ് അങ്ങനെയൊക്കെ ചീപ്പിലായിട്ടുണ്ടാവും പറയുന്നത്. നിങ്ങളുടെ ഭാഷയിലിതാ ഈ ചീപ്പിന് എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. വട്ടച്ചീപ്പാ, റൗണ്ട് ചീപ്പാ, അങ്ങനെ എന്തൊക്കെ പറയും. നമ്മൾ റൗണ്ട് ചീപ്പ് എന്നാണ് പറയാറ്. ഇപ്പോൾ ഗൈസിന് നമുക്ക് എൻ്റെ തല വരാം. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ വാലൊന്നും അടിക്കുന്നത് അല്ലേ. ഇപ്പം എല്ലാവരും അകത്തേക്ക് കയറിക്കൊണ്ട് നിൽക്കും. അകത്തേക്ക് ഉമ്മ വന്നിട്ടിതാ ഇല്ല വീഡിയോ കൊള്ളാക്കാതിരിക്കാനാണ് ഗൈസ് ഞാൻ വാലടിച്ചത്. അപ്പോൾ ഗൈസ് എൻ്റെ തല വരണം. ആദ്യം തന്നെ എൻ്റെ മുടിയൊക്കെ ഊരണം. ഗൈസ് എണ്ണ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഗൈസ് നമുക്ക് എണ്ണ എടുത്തിട്ട് കാണാം. എത്ര നേരമായി ഗൈസ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് എണ്ണ എടുക്കാം. അപ്പോൾ ഗൈസ് എണ്ണ ഗൈസ് എണ്ണ കിട്ടി ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടുത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ദാ വരൂ. ഞാൻ ആരും ചോദിക്കരുത് ഗൈസ് എന്താ ശബ്ദം. അതെൻ്റെ അനിയത്തി കുളിപ്പിക്കുമ്പോൾ കരിയാണ്. അനിയത്തിപ്പോൾ അംഗനവാടിയിലൊക്കെ എത്തി. അവൾക്ക് കുളിക്കുന്നത് ഇങ്ങനെ ഇഷ്ടമൊന്നുമില്ല, എന്നാലും അവൾ കുളിക്കും. എന്തൊക്കെ പറയാൻ അവൾ ക്രീം തേക്കായി. അനിയത്തിക്ക് ഈ ഒരു ക്രീം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ക്രീം തേക്കാം അതാക്കാം എന്തൊക്കെ പറഞ്ഞ് ഞാൻ അവളെ അതാക്കും, എന്തൊക്കെ ആക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ ഇതൊന്ന് മാറ്റാം. മുടി അയക്കാം ഗൈസ്. മുടി അയച്ചപ്പോൾ എന്താ രസം. ഞാൻ ദീക്ഷയാണ്. ഇങ്ങനെ ഞാനിതാ ഇങ്ങനെ 2 ഭാഗമായിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് എണ്ണ തേക്കണം. ഈദ് മുബാറക്ക് കയ്യിലാണ് ഞാൻ എണ്ണ ഇടുന്നത്. ഈദ് മുബാറക്ക് നമ്മെ കാണാൻ പറ്റുന്നുണ്ടാ? ഞാൻ നല്ല പോലെ ഇങ്ങനെ മുടിയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് എനിക്ക് തല വരയിട്ട്. അപ്പോൾ ഗൈസ് എൻ്റെ തല ചീകി. അപ്പോൾ ഗൈസ് എൻ്റെ അനിയത്തിനെ നല്ല ശുന്ദരിയാക്കി ക്രീമും പൗഡറും നല്ല ബോഡി ലോഷനൊക്കെ ഇട്ട് പിന്നെ തലവാരി ക്ലിപ്പിട്ട്. അപ്പോൾ ഗൈസ് എൻ്റെ മുടിയൊക്കെ കെട്ടി ബണ്ണൊക്കെ കെട്ടി മുല്ലപ്പൂ വെക്കാറുണ്ട്. മുല്ലപ്പൂ വെച്ചതാ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മുല്ലപ്പൂവാണ് ഗൈസ്. ഇവിടുന്ന് ചെറുങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അതൊന്നും സാരമില്ല, പെരുന്നാളല്ലേ, വലിയ പെരുന്നാണിത്. ഒരുപാട് റബ്ബർ ക്ലിപ്പൊക്കെ വേണം ബണ്ണ് കിട്ടാൻ ഗൈസ്. അപ്പോൾ എൻ്റെ റിങ് എങ്ങനെയുണ്ട്? കൊള്ളാമോ? കണ്ടോ, നല്ല റിങ്ങാണ്. പക്ഷെ എൻ്റെ അനിയത്തിക്ക് റിങ്ങില്ല. അനിയത്തിക്ക് ഈ ഒരു വളയാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ റിങ്ങും വളയൊക്കെ ഇഷ്ടപ്പെടുന്ന കമൻറ്റ് ബോക്സിൽ എല്ലാം പറയാം. ഒരു കുഴപ്പമില്ല, നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്ക് ബണ്ണ് കെട്ടി കാണാം. അപ്പോൾ ഗൈസ് ഞാൻ ബണ്ണ് കെട്ടി കൊള്ളാം. മറ്റേ ആ റബ്ബർ മുല്ലപ്പൂ വെച്ചു, പിന്നെ നെറ്റിക്കുറി വെച്ചു, പിന്നെ ഒരു 2 വള ഇട്ടു, പിന്നെ വെൽറ്റ് കെട്ടി, പിന്നെ മാല. മാല ഇവിടെ. പിന്നെ ഗൈസ് ഞാൻ മാല ഇട്ടു. ഗൈസ് മാല കൊള്ളാമോ? നല്ല അടിപൊളി മാലയാണ്. പിന്നെ എനിക്ക് ലിപ്സ്റ്റിക്കും കൂടിയിട്ടാണ് ഗൈസ്. ലിപ്സ്റ്റിക്ക്
ലിപ്സ്റ്റിക്ക് കിട്ടുന്നില്ല. ലിപ്സ്റ്റിക്ക് കിട്ടും. ഞാൻ ലിപ്സ്റ്റിക്ക് എടുത്തു. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടാൻ പൊട്ടി തവിടുപൊടി ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്ത്. ഞാൻ കുറച്ചാണ് ഇടുന്നത്, ഒരുപാടൊന്നും ഞാൻ ഇടുന്നില്ല. ഗേസ് കൊള്ളാമോ? കുറച്ച് കണ്ണിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് തൊട്ട് കൊടുത്താൽ മാത്രമാണ് ചിക്കിലേക്ക് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആക്കാത്തത്, അപ്പോൾ ഞാൻ വെറുതെ ആക്കിയതാണ്. ഇനി ലിപ്സ്റ്റിക്ക് ഇട്ടു. എനിക്ക് ഇവിടേക്ക് ഇങ്ങനെ നിരന്ന് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് നേരെ വെക്കണം. നിങ്ങൾക്കത് കാണിച്ചാൽ നിങ്ങൾ ബോധം കിട്ടൂ, അതുകൊണ്ടാണ് ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് നേരെ വെക്കട്ടെ. ഞാനെല്ലാം നേരെ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നില്ല. ഞാൻ വേഗം ഇങ്ങനെ എല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗം വെച്ച് കഴിഞ്ഞാൽ സമാധാനമായിരുന്നു. ഇപ്പം എല്ലാവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ വല കൂട്ടിയിരിക്കുകയാണ്. ഞാൻ എല്ലാ സാധനവും നിൻ്റെ ഇതൊക്കെ ഇങ്ങനെ വളതൊക്കെ ഇടാനുള്ള ആ സാധനമൊക്കെ നിരഞ്ഞെടുക്കാം. അതിനൊക്കെയാണ് ഞാൻ നേരെ വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് വാച്ച് കിട്ടണം. വാച്ച് എവിടെയാണ് വെച്ച് എനിക്ക് മറന്നുപോയി ഗേസ്. എല്ലാം എനിക്ക് വേഗം മറന്നുമാണ്. ബിയ്യം മറന്നുമാണ് ഗേസ്. എനിക്ക് ഒരുപാട് ക്ലിപ്സൊക്കെ എണീറ്റ് കട്ടുകൊണ്ട് പോയി. എൻ്റെ ഒരു കുർത്തം കെട്ട് എണീറ്റ് എനിക്ക് ഈ ബെൽറ്റ് കെട്ടിയത് നേരായില്ലെന്ന് ഉമ്മ പറഞ്ഞത് കൊണ്ട് ഞാൻ ബെൽറ്റ് ഊരട്ടെ. ഇതെങ്ങനെ ഊരാ? ബെൽറ്റ് ഊരി ബാക്കിൽ നേരായിട്ടാണ് ഉമ്മ പറഞ്ഞത്. ഇങ്ങനെ ബെൽറ്റ് ഊരിയിട്ടുണ്ട്. ബെൽറ്റ് ഞാൻ ലാസ്റ്റ് എങ്ങാനും ഇടാം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് വെക്കട്ടെ. മഹേന്ദ്ര ബാഹുബലി ഞാൻ എന്നെ ഇതൊക്കെ വെക്കുന്നുണ്ട്. വരണ്ട വാ. ഇപ്പൊ ഗേസ് ഞാൻ നല്ല സുന്ദരമായിട്ടുണ്ട്. ഗേസ് എൻ്റെ ഉമ്മ ഞാൻ ചോദിച്ചെങ്കിൽ ബാപ്പ വന്നെന്നൊക്കെ പറയാനാണ്. ഇപ്പൊ ഗേസ് നമുക്ക് ഈ ബെൽറ്റ് ഇടണം. ബെൽറ്റ് സോറി ഗേസ് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയത്. അപ്പോൾ ഗേസ് എനിക്ക് ഈ കുന്ത്രാണ്ടങ്ങളെയൊക്കെ ഒന്ന് വെക്കണം. അപ്പോൾ ഗേസ് ഈ കുന്ത്രാണ്ടങ്ങളെയൊക്കെ ഒന്ന് വെച്ച് കാണാം. ഗേസ് അതൊക്കെ വെച്ചു. ഇനി ബെൽറ്റ് എങ്ങനെ കിട്ടണ്ടേ എന്ന് എനിക്കറിഞ്ഞൂടാ. ഗേസ് ഞാൻ ബെൽറ്റ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബെൽറ്റ് എങ്ങനെ കിട്ടുന്നത് എനിക്കറിഞ്ഞൂടാ. വേഗം പൊട്ടട്ടെ. ഗേസ് ഇങ്ങനെ എൻ്റെ ബെൽറ്റ് ഇട്ടു. ബാപ്പ വന്നപ്പോൾ ഞാൻ ദേഷ്യമായിട്ട് വാണായിട്ടുണ്ടായിരുന്നു ഗേസ്. എല്ലാവരും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് വരുന്നു ഗേസ്. അതിൻ്റെ ദേഷ്യത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സാരമില്ല, അതൊക്കെ പോട്ടെ. ഗേസ് ബെൽറ്റ് ഇട്ടു. അപ്പോൾ ഗേസ് നിങ്ങൾക്ക് എൻ്റെ ഇതൊക്കെ കണ്ട് എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്ന് പറയണേ. അപ്പോൾ ഗേസ് നമുക്ക് ഇതാ പുറത്തിരുന്ന് ആരൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഞാൻ പുറത്തേക്ക് പോവാട്ടെ. ഇങ്ങനെ ഞാൻ പുറത്തേക്ക് പോയിട്ടുള്ള എൻ്റെ ഫൈനൽ കാണിക്കാം. ഉണ്ട് എന്നെ കാണാൻ. കൊള്ളാവോ എന്ന് പറയണേ. അപ്പോൾ ഈ ക്ലിപ്സ് എൻ്റെ അനിയത്തി കട്ട ക്ലിപ്സാണിതാ. ഈ ഒരു ക്ലിപ്പ് കണ്ടോ? ഈ ഒരു കുഞ്ഞു ക്ലിപ്പില്ലേ, അത് അനിയത്തിൻ്റെ കയ്യിൽ നിന്നെല്ലാം മുസ്കിറ്റ് വാങ്ങിയിട്ട് അവിടെ വെക്കണം.
അനിയത്തിയും കൂടെ വരുന്നുണ്ട്. അവളെ ഞാനത് പുറത്താക്കിയാണ്. യെസ്, ആ ക്ലിപ്പിനവിടെ വെച്ചു. കേസിന് എന്താ ചെയ്യേണ്ടത്, എന്താ പറയണ്ടേന്ന് എനിക്കറിഞ്ഞൂട. അനിയത്തിതാ ഗൈസ് ടോയ്സ് ഒക്കെ എടുത്തുകൊണ്ടിതാ പോകുന്നുണ്ട്. എങ്ങോട്ട് പോന്നേ? എടുത്തേക്ക് പോന്നേ? എടുത്തേക്ക് പോന്നേ? സ്കൂളിലേക്കാ? അതിന് അങ്ങനെ അവിടെ ഇല്ലാലോ. ടോയ്സ് എല്ലാം അവിടെ വെക്ക്. ഐഷുമേങ്ങു അവിടെ വെക്ക്. ആടെ വെക്ക്. ഉള്ളിലേക്ക് സിറ്റപ്പിൻ്റെ അകത്തേക്ക്. ആടെ വെക്ക്. ബാഗ് ഗേസ് എൻ്റെ മദ്രസിലത്തെ ബാഗാണ് എന്നെ എടുത്ത് കളിക്കുന്നുള്ളത്. അവിടെ വെക്ക്. അപ്പം ഗേസ് എൻ്റെ ബാപ്പയുടെ ആലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗേസ്. അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോകുന്നില്ല. അപ്പം ഗേസ് ഞാൻ തൽക്കാം എൻ്റെ അനിയത്തിൻ്റെ മിക്കി മൗസ് ബാഗാണ്, അംഗനവാടി ബാഗ്. എൻ്റെ ബാഗ് യൂണിക്കോണാണ്, റെഡ് കളറാണ്. അപ്പം ഗേസിൻ്റെ റെഡ് കളർ യൂണിക്കോൺ ബാഗ് അത് കാണാൻ പറ്റുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല ഗേസ്. അവിടെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പം കേസ് എൻ്റെ ഉമ്മവും പാപ്പാക്കൊക്കെ റെഡി ആവാനുണ്ട്. അവരൊക്കെ റെഡി ആയിട്ട് നമ്മൾ ഫൈനൽ ലുക്ക്, നമ്മൾ ലുക്കൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗേസ് ഇവിടെ ഒരാളിങ്ങനെ കസാലൻ്റെ മേലെ കുട്ടു എന്ന പേരുള്ള ഒരാൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അയാൾ ഇയാളാണ്. യെസ്, നോക്ക്. നല്ല പേടിത്തൂരനാണ്, എന്ത് ചിലമാന്തൊന്നുമില്ല. പക്ഷേ ഗേസ് കസേരയിലത്തെ എല്ലാം കയറിയിട്ടാക്കിയിട്ടുണ്ട്. കസേരയിലത്തെ മറ്റേ സ്പോഞ്ചിൻ്റെ പ്ലാസ്റ്റിക് ഇല്ല, അത് മുഴുവനായി കയറിയിട്ടുണ്ട് ഗേസ്. എൻ്റെ അനിയത്തിയല്ല, പൂച്ച കുട്ടു. എൻ്റെ ഉമ്മാണ് പേരിട്ട ഗേസ് കുട്ടൂന്ന്. അപ്പോൾ ഗേസ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്താ രസം, ഒരു രസവുമില്ല. അപ്പോൾ ഗേസ് നമുക്ക് ഇന്ന് ടി വി വെക്കാം. ഗേസ് ഞാൻ ടി വി വെക്കുന്നുണ്ട്. ഗേസ് പറഞ്ഞതുപോലെ ഇന്ന് റീചാർജ് ആക്കണം. സാറേ ഞാൻ ടി വി വെച്ചു. ടി വി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താവും അറിഞ്ഞൂടാ, റീചാർജ് ആവില്ല. ബാറ്ററി തീർന്നിട്ടൊക്കെ ഇന്നലൊക്കെ കാണുന്നുണ്ടായി, ഇന്ന് തീരുന്നൊക്കെ. പ്ലീസ് കാത്ത് നിൽക്കണം. വേമാടാ ഗസ്റ്റ് എന്തെങ്കിലും ഓണാവില്ല തോന്നുന്നു. അങ്ങനെ വന്നു. ബാറ്ററി ലൂസില്ല. എൻ്റെ ഇഷ്ടപ്പെട്ട ചാനൽ വെച്ചു പോപ്റ്റോൾ. ഇതിപ്പോൾ പരസ്യമാണ്. ഓക്കെ, എനിക്കിഷ്ടമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയണേ. ഇത് കറുത്തൊക്കെ ഇരുന്നിട്ടാണ്. ഇതാണ് ഗേസ് ഞാൻ വെച്ച ഓയി.
ഇഷ്ടമാണ് ഇഷ്ടമില്ല കമന്റ് ബോക്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓടി ആയിട്ട് അത് എനിക്കിഷ്ടം. എനിക്ക് ഓഗീൻ്റെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയണം. ഈദ് മുബാറക്. ജഹ്ന വന്നിട്ടേ താങ്ക് യു, ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് ഇന്നെൻ്റെ മിഠായി കിട്ടി. ജഹ്ന വന്നിട്ടേ നമുക്ക് ആ മിഠായി മിഠായി എനിക്കിഷ്ടപ്പെട്ട മിഠായി തന്നെ കിട്ടിയത്. പൊട്ടിക്ക ഉമ്മ ഇച്ചാനോട് പറയും. പൊട്ടിക്ക മുട്ടായി ഇഷ്ടമാണ്. എൻ്റെ പേരെന്താ? ഷോർട്സ്. ഇഷ്ടമുള്ളവരൊന്നും കമന്റ് ചെയ്യണം. പൊട്ടിക്കുന്നതിന് ഒന്ന് ഞാനൊക്കെ ഇല്ല തീർന്നു. ഞാൻ ഓഗി ആൻഡ് കോർച്ചസ് അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുക. അത് പരിചയം വന്ന് ചാനൽ മാറ്റട്ടെ. ഞാൻ മാറ്റുന്നതൊക്കെ കാണിച്ചു. ഇല്ല പറഞ്ഞ കോഗീൻ്റെ ഇത് ഇഷ്ടമാണെന്ന് കമന്റ് ബോക്സിൽ പറയണം. കുറേ ആൾ വന്നപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.